ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഒരുപാട് മുരിങ്ങയ്ക്ക ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുരിങ്ങയ്ക്ക കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണ് അവിയൽ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം മുരിങ്ങക്കായ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങക്കായ കൂടി മുറിച്ചെടുക്കുക. അതുപോലെ ചേന എടുത്തിട്ടുണ്ട്, പച്ചക്കായ, ക്യാരറ്റ്, പയർ. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അവിയലിന് പറ്റുന്ന എന്താ പച്ചക്കറി ഉള്ളത് വെച്ചാൽ അതൊക്കെ നമ്മൾ ഈ ഒരു പാകത്തിന് അരിഞ്ഞെടുക്കുക കേട്ടോ. കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ മുരിങ്ങക്കായ കുറച്ച് വലുതാണെങ്കിൽ കട്ടിയുള്ളതാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ സിമ്മിലിട്ട് കൊടുക്കുക, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കുക കേട്ടോ. സിമ്മിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ പച്ചക്കറി ഇതൊക്കെ കഴുകിയ വെള്ളം തന്നെ ഉണ്ടാവും അതിൽ വെച്ച് ആ ഒരു വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇവിടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം കുറച്ച് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. കുറച്ച് തൈരും കൂടി, പുളിക്ക് ആവശ്യമുള്ള തൈര് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് പുളി ഇല്ലാത്തതാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഈ ഒരു പാത്രം മൂടി വെച്ചെടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അവിയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്